രാവിലെ എണീറ്റ് കുളിച്ച് കുറിയും തൊട്ട് ക്യാമറയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. വേറെ ഒരു പണിയില്ല എന്ന് തോന്നുന്നു ചിലർക്ക്. എന്നാൽ രാവിലെ 6 മണി മുതൽ 8:30 മണി വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കഠിന അധ്വാനം കഴിഞ്ഞ് നിൽക്കുകയാണ് ഞാനിപ്പോൾ. വിഷു വരാൻ പോകുന്നില്ലേ, അപ്പോൾ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് ഇറങ്ങിയതാണ്. വലിയ മരങ്ങളൊന്നും ഇല്ലാത്തത് കാരണം എനിക്ക് മുറ്റം ഡെയിലി അഴിച്ചു വരേണ്ട ആവശ്യമില്ല. പിന്നെ ഡെയിലി തുറപ്പ് തൊടാത്തത് കാരണം ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചെറിയ പുല്ലുകളൊക്കെ മുളച്ച് വരാറുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റുക എന്ന് പറഞ്ഞതൊരു ടാസ്ക് തന്നെയാണ്. 1.5 വർഷമായിട്ടും കായ്ക്കാത്തതും പൂക്കാത്തതുമായിട്ടുള്ള ചില ചെടികളെയൊക്കെ ഞാനൊന്ന് ക്രോപ്പ് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയെങ്കിലും അത് കാച്ചോട്ടെ എന്ന്. പക്ഷേ അതിൻ്റെ ഇലകളൊക്കെ എനിക്ക് എടുത്ത് കളയാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ മെനഞ്ഞാന്നാണ് ചെയ്തത് കേട്ടോ അത്. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ഈ മതിൽ ചുവരിലെ 2-3 കാക്ക വന്നിരുന്നു. ഇങ്ങനെ നമ്മുടെ ചെറിയ കാന്താരി മുളക് അത് പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം അത് കൊത്തി കൊത്തി തിന്നുകൊണ്ടിരുന്നു. ഇത് കണ്ടിട്ട് എൻ്റെ മോള് ഓടി വന്ന് പറയണം, അമ്മ ഇതാ കാക്ക നമ്മുടെ എല്ലാ ചെടികളെയും നശിപ്പിച്ചു, എല്ലാം കൊത്തി കൊത്തി താഴെ ഇട്ടിരിക്കുകയാണെന്ന്. എനിക്കും പെട്ടെന്ന് മറന്നുപോയി. ഞാൻ എന്താണെന്ന് ഒന്ന് നോക്കിയപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. മെനഞ്ഞാന്ന് ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഇലകൾ അത്രയും അവിടെ ഉണങ്ങിക്കിടക്കുകയാണ്. അവൾ വിചാരിച്ചു അത്രയും കാക്ക കൊത്തിയിട്ടാണെന്ന്. ഇവളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് 2 ദിവസത്തിന് മുന്നേ ഞാൻ മാളവിക കൃഷ്ണദാസിൻ്റെ വീഡിയോയിൽ മാളവികയുടെ കുഞ്ഞ് ഒരു ഷവർമ്മ കടയെ കണ്ടിട്ട് കൈയെടുത്ത് തൊഴുകയാണ്. ആ കുഞ്ഞിന് അവിടുത്തെ ആ തീക്കകത്തിരുന്ന് എരിയുന്ന ചിക്കനെ കണ്ടപ്പോൾ ഏതോ അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ആ കൊച്ചിന് തോന്നിയത്. ഈ പിള്ളേരുടെയൊക്കെ ഒരു നിഷ്കളങ്കത കണ്ടോ. ഇവിടെ ഇവക്ക് തോന്നിയതും അതുപോലെ തന്നെയാണ്. ആ കാക്കയും ചെടികളെല്ലാം താഴെ വീണ് കിടക്കുന്നു. രണ്ടും കൂടെ അവൾ കമ്പൈൻ ചെയ്ത് കാക്ക തന്നെയാണ് നശിപ്പിച്ചിട്ടെന്ന് അവൾ അതങ്ങ് ഫിക്സാക്കി. അടുത്ത വലിയൊരു ജോലി ഇതായിരുന്നു. കുളത്തിന് ചുറ്റും കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. 2 മഴ പെയ്തപ്പോൾ ഇവിടെ ഉള്ള എല്ലാ പുല്ലുകളും വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഇങ്ങനെ വലിയ മമ്മാട്ടിയൊന്നും ഇല്ല. സോ കയ്യിലൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഞാൻ അങ്ങ് തുടങ്ങി. അവിടെ ഒരു 1.5 മണിക്കൂറിൽ കൂടുതൽ ഞാൻ അവിടെ കമന്ന് നിന്ന് എല്ലാ പുല്ലും പറിച്ചെടുത്തു. അവസാനത്തെ ആ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ അവിടെയുള്ള ചെടികളെയൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്ത് വിട്ടു. അങ്ങനെ സിസേഴ്സ് പിടിച്ച് എൻ്റെ കയ്യിൻ്റെ തോലിൻ്റെ പരുവം അത് ഇതാ ഈ ഗതിയിലായി. അപ്പോൾ മതിയാക്കി. ഇനി നിന്നാൽ ശരിയാവുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും വൃത്തിയാക്കിയത് മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് മതിയാക്കി.